ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല, എനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയൊരു വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര തരംഗമായിട്ടൊരു റീൽസ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. പല പൊസിഷനിൽ, പല പോസിൽ, പല കോസ്റ്റ്യൂമിൽ. അതൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇവിടെ നിന്ന് കാണിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇതൊരു പുതിയ അവതാരമാണ്. ഇതല്ല, ഇനിയുണ്ട്. നോക്കേ, വൈറലായാലോ? അതെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എയറിലായിരുന്നു. നല്ല നല്ല കമന്റ്സ്. എൻ്റെ പൊന്നു ചേച്ചി, എയറിലല്ലാതെ വേറെ എവിടെയാണ് നിർത്തേണ്ടുന്നത്? മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് ഒരാൽബമോ ഒരു ഷോർട്ട് ഫിലിമോ ഒക്കെ ചെയ്യുന്ന രേണുസുതി ഇപ്പോഴും എയറിൽ തന്നെയല്ലേ നിൽക്കുന്നത്. പിന്നെ എയറിൽ തന്നെ കയറുമെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ചേച്ചി ഈ സോഷ്യൽ മീഡിയയിലോട്ട് എടുത്ത് ചാടിയത്, അതും ഇങ്ങനത്തെ കോസ്റ്റ്യൂം ഇട്ടുണ്ട്. ചേച്ചിക്ക് നല്ലോണം അറിയാം നെഗറ്റീവ് കമൻറ്റുകളുടെ പെരുമഴയായിരിക്കും. ഞാൻ എയറിൽ നിന്ന് ഇറങ്ങാതെ പിന്നെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്നു കിടക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ. എന്നിട്ട് പോ കൊച്ചു കള്ളി, ഒന്നും അറിയാതെ എനിക്ക് ഒന്നേന്നങ്ങ് പറയുക. ഈ നല്ല കോസ്റ്റ്യൂമിൽ ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ കോസ്റ്റ്യൂം. ഇത്ര ഇറക്കമുള്ളത് ഇട്ട് ആ ചേച്ചിക്ക് ഒരു പൊടി ശീലമില്ല. ഇത്രയും പൊക്കാൻ ഒട്ടും മടിയും ഇല്ല. എല്ലാവരോടും ചേച്ചി താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്തോ എവിടെയോ ഒരു ചെറിയ തകരാറ് പോലെ ആ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ എനിക്കങ്ങനെ തോന്നി. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. നല്ലൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. 33-34 മില്യൺ ആൾക്കാർ മലയാളികൾ, അതിലെത്രയോ കൂടുതലാണ് നോർത്ത് ഇന്ത്യൻസ്. പക്ഷേ നമുക്ക് മോശം ഇൻസ്റ്റ നോക്കുകയാണെങ്കിൽ മോശം കമന്റ്സ് കൂടുതലും വരുന്നത് മലയാളികളുടെ അടുത്തു നിന്നാണ്. അത് ശരി. ഇപ്പോൾ ഇത് കാണുന്ന മലയാളികൾക്കായോ കുറ്റം? എന്തായാലും ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ നമ്മുടെ ഒരു മലയാളി ചേട്ടൻ തന്നെ ഉണ്ട്. ആ ചേട്ടൻ എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ലൈംഗിക ചുവയോടെ ലൈംഗിക ദാരിദ്ര്യത്തോടെ നോക്കുന്ന ഒരുപാട് മലയാളി പുരുഷന്മാർ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നാണ്. ഇൻസ്റ്റഗ്രാമിൽ 33-34 മില്യൺ ആളുകൾ ലൈംഗിക ചുവയോടെയും ലൈംഗിക ദാരിദ്ര്യത്തോടു കൂടി നോക്കുകയും കമന്റ് ഇടുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 99% സ്ത്രീകളും മാന്യമായി വസ്ത്രം ധരിക്കാൻ സംസ്കാരത്തോടു കൂടി പെരുമാറുകയും ഒക്കെ ചെയ്യുന്നവരാണ്. 1% സ്ത്രീകളാണ് സ്വന്തം റീച്ചിനും പണം സമ്പാദിക്കാനും വേണ്ടി ഇങ്ങനെ തുണിയില്ലാതെ നടക്കുന്നത്. ഇവർ ഉദ്ദേശിക്കുന്നത് തുണിയില്ലാതെ നടന്ന് പല ഭാഗങ്ങളിലും പുരുഷന്മാർ നോക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവർ നടക്കുന്നത്. എന്നിട്ട് അത് നോക്കുക, കമന്റുകൾ ഇടും. ചില ആളുകൾ കമന്റ് ഇടും, ചില ആളുകൾ അത് തുറന്നു പറയും. അത് പറയുമ്പോൾ പുരുഷന്മാർക്ക് മുഴുവൻ കുറ്റം. നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താ അല്ലേ? ഇവർ തുണിയില്ലാതെ നടക്കുന്നതൊന്നും പ്രശ്നമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതാണ് അവസ്ഥ. ഇനി ഇതൊന്ന് നോക്കേ. ഇത്രയും കാറ്റ് അടിച്ചു വിടുമെന്ന് ചേച്ചി വിചാരിച്ചില്ല കേട്ടോ, സത്യം. സൂപ്പർ, അടിപൊളി അല്ലേ? ഇത് ആരാണെന്ന് മനസ്സിലായോ? ഇവരുടെ പേരെന്താണെന്ന് അറിയാവോ? ഇതൊരു പുണ്യ നദിയുടെ പേരാണ് ഇവർക്ക്. അതായത് ആ നദിയിൽ മുങ്ങിക്കുളിച്ച പാവങ്ങളെല്ലാം ഒഴുകിപ്പോകുമെന്നാണ് ഐതിഹ്യം. മനസ്സിലായില്ല? പമ്പ. ചേച്ചിയുടെ തൊഴിൽ എന്താണെന്ന് അറിയോ? ഞാൻ പറയുന്നതിനെ കിടന്നിൽ ആ ചേച്ചി തന്നെ ആ ചേച്ചിയുടെ ബയോഡേറ്റ പറയുന്നുണ്ട്. ഒന്ന് കേട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി പറയാം. എൻ്റെ പേര് പമ്പ ശിവ. ഞാൻ ബാംഗ്ലൂരാണ് സെറ്റിൽഡ്, വീട് കൊച്ചി. ഓക്കെ, എന്താ ചെയ്യണം? ഞാൻ ഡോക്ടറാണ്. മോഡലിങ്ങും ചെയ്യുന്നതിനൊപ്പം ഒരു പാഷനായിട്ട്. കേട്ടോ, ഡോക്ടറാണ് ആള്. കുറഞ്ഞ പുള്ളിയൊന്നും അല്ല, മലയാളിയുമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഇവരുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇവന്മാരെ ആണിനെ പെൺവേഷം കെട്ടിക്കൊണ്ട് നിർത്തിയിരിക്കുകയാണെന്ന്. സത്യസന്ധമായിട്ട് ഞാൻ പറയുക. പിന്നെ മനസ്സിലായി ചെറിയൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒക്കെ ഉണ്ടെന്നുള്ള അല്ലാതെ അവർ പെണ്ണ് തന്നെ ആണെന്നുള്ളത്.
ഇപ്പോൾ ഒരുപാടെണ്ണം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒറ്റൊരു റീൽ കൊണ്ട് ക്ലിക്കായി പോകാനായിട്ട്. എനിക്ക് അവരുടെ അടുത്ത് ആരുടെ അടുത്ത് ഒരു പരാതിയോ വരുമോ എനിക്ക് അതിനെ റിയാക്ട് ചെയ്യേണ്ടുന്ന ഒരു ആവശ്യമില്ല. കാരണം അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അവർക്ക് എങ്ങനെ റീച്ച് നേടണമെന്ന് അവർ ചിന്തിച്ച് കിടന്നിട്ട് ആ റീച്ചിന് വേണ്ടി അവർ പലതും ചെയ്യും. നമുക്ക് അതിന് പറ്റത്തില്ല, നമ്മൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോണം. അതിനെക്കുറിച്ച് നമ്മൾ നെഗറ്റീവ് പറയേണ്ട ഒരാവശ്യമില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ ആവശ്യമാണ്, സത്യസന്ധമായിട്ട് ഞാൻ പറയുക. അപ്പോൾ നിങ്ങൾ നോക്കി പിന്നെ എന്തിനാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്തത്? ഈ വീഡിയോ ഞാൻ എടുത്ത് ചെയ്യാൻ എനിക്ക് തക്കതായ ഒരു റീസൺ ഉണ്ട്. കാരണം ഇവിടെ ഒരുപാട് സദാചാര അമ്മമാരും അമ്മായിമാരും ഉണ്ട്. അവരാരും ഈ വീഡിയോ കണ്ടില്ലേ എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. കാരണം വേറൊന്നുമല്ല, ആദ്യം പേര് തന്നെ പറയാം, നമ്മുടെ വരുൺ ഞാൻ വിളിക്കുന്ന കിക്കുറുമോൻ, പിന്നെ നമ്മുടെ അമേരിക്കൻ അമ്മായി ആൻറ്റി, ഇവരൊന്നും ഈ വീഡിയോ കണ്ടില്ല. ഇതൊന്നും അവർക്ക് ഒരു പ്രശ്നമല്ല. രേണുസുതി അഭിനയിക്കുന്ന സമയത്ത് ഇച്ചിരി വയറ് കണ്ടാലോ ഇച്ചിരി പൊക്കിൾ കണ്ടാലോ അത് ഭൂലോക പ്രശ്നമാണ്. ആകാശം ഇടിച്ച് വീഴുന്ന പ്രശ്നങ്ങൾ തന്നെയാണത്. അതോ ചേച്ചി രേണുവിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഇച്ചിരി മദാലഫയാണ് ഇത് കണ്ടാണ്ടിരിക്കുക, ഒരു ആനച്ചന്തമൊക്കെ ഉള്ളത് കൊണ്ടാണോ പ്രതികരിക്കാത്തതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് മെൻഷൻ ചെയ്തത്. ഇതിന് ഒരു 2-3 വീഡിയോയ്ക്ക് മുന്നേ ഈ നമ്മളെ കിക്കുറുമോനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് റിയാക്ഷൻ വീഡിയോ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതിലൊരു ചെറിയൊരു പാർട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. അല്ല, അത്രയും സദാചാരം പറയുന്ന അമ്മാവനെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ടാണ്. ബിക്കോസ് ഇപ്പോൾ ഈ നഴ്സിന്റെ മാറ്റർ തന്നെ ഞാനിപ്പോൾ ഇതിട്ട് ഒരുപാട് ആൾക്കാർ റെസ്പോൺസ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണം. അത് ആൽബത്തിന്റെ ക്രൂ മെമ്പേഴ്സ് ആരാണെങ്കിലും അവർക്കെതിരെ ആക്ഷൻ എടുക്കണം. ബിക്കോസ് ഒരു നഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു റെസ്പെക്റ്റീവ് തിങ് ആണ്. നമ്മൾ ഒരു മാലാകമാരാണ്. അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ വസ്ത്രധാരണം വന്നിട്ട് അത് പൊക്കിള് നല്ലതായിട്ട് ബഡ്ജ് ചെയ്ത് കാണിച്ച് അത് പബ്ലിക്കായിട്ട് എടുത്തിടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും കൾച്ചർലെസ് ടീമാണിത്. ഉണ്ടല്ലോ, ഇവര് നേഴ്സും അല്ല ആരുമല്ല. ഒരു ഷോർട്ട് ഫിലിമിൽ നേഴ്സായിട്ട് അഭിനയിക്കുവാണ്. പക്ഷേ ആ ഇപ്പം കാണിച്ച സീൻ അത് ഷൂട്ടിൽ ഉള്ള രംഗം പോലും അല്ല. അത് അവരുടെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ നോർമലി ഫോൺ ചെയ്തുകൊണ്ട് പോകുമ്പോൾ കാണുന്ന ഒരു സീക്വൻസ് ആണ് ആ കണ്ടത്. അത് അഭിനയിച്ച അതിനകത്ത് അങ്ങനെ ഒരു വേഷവേ ഇല്ല, അങ്ങനെ ഒരു പൊക്കിൾ കാണിച്ചൊരു രംഗവും ഇല്ല. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് സദാചാര അമ്മാവിന് കുരു പൊട്ടി നാനാഭാഗത്തൂടെ ഒഴുകുമായിരുന്നു. കേസ് കൊടുക്കണം, നഴ്സ് മാലാഖമാരാണ്, അതാണ് ഇതാണ്. അഭിനയിച്ചതിന്, ആ നഴ്സായിട്ടൊന്ന് അഭിനയിച്ചതിന് ഇത്രയും കോരകോരം പ്രസംഗിച്ച്. അപ്പോൾ ഈ അമ്മാവൻ ഈ വീഡിയോ ഒന്നും കണ്ടില്ലേ? ഇവർ ഡോക്ടറായിട്ട് അഭിനയിക്കുകയല്ല ചെയ്യുന്നത്, അവർ റിയൽ ഡോക്ടറാണ്. അപ്പോൾ അങ്ങനെ അമ്മാവൻ്റെ കാഴ്ചപ്പാട് ഡോക്ടർമാർക്കും ഒറിജിനൽ നഴ്സുമാർക്കും ഒക്കെ അങ്ങനെ ആകാം, അഭിനയിക്കാൻ പാടില്ല. അതും രേണുസുതിയെ ചുറ്റിപ്പറ്റി രേണുവിനെ പിന്നെ റിലേഷനായിട്ടുള്ള ഒരു മനുഷ്യരും അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം അമ്മാവന് കുരുപൊട്ടും. അതല്ലേ എൻ്റെ സംഭവം. എൻ്റെ പൊന്നമ്മാവ, നീയൊക്കെ ചെയ്യുന്ന വ്ളോഗ് ആയിക്കോട്ടെ, റിയാക്ഷൻ വീഡിയോ ആയിക്കോട്ടെ, എന്ത് ഉണ്ടായാലും അതിനൊരു സത്യസന്ധത വേണം. നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പം ആ കുറ്റം വേറൊരാൾ ചെയ്താലും അത് ചൂണ്ടിക്കാണിക്കാനുള്ള തൻ്റെ ഇടം വേണം. പിന്നെ അവരെയൊക്കെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ റീച്ച് ഇല്ലാത്തത് കൊണ്ടല്ലേ നീ രേണുവിൻ്റെ പുറകിൽ ഇങ്ങനെ മണപ്പിച്ചങ്ങ് നടക്കുന്നത്, നീ ആൻ്റണിയും ഒക്കെ അല്ലേ? അതല്ലെങ്കിൽ ഇതിനൊക്കെ എന്ത് റിയാക്ട് ചെയ്യാത്ത? ഇതൊരു ഡോക്ടറാണ്, റിയൽ ഡോക്ടറാണ്. അവരെ കാണിച്ചു കൂട്ടുന്ന അവരുടെ വസ്ത്രധാരണത്തിനൊന്നും നിനക്കൊന്നും പറയാനില്ലേ? ഒരു കാര്യം 100% ഉറപ്പിച്ച് സ്പഷ്ടമായിട്ട് പറയാൻ പറ്റും, ഇത്രയ്ക്ക് അഴിഞ്ഞാടി നടന്നിട്ടില്ല രേണു. ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് അവൾ അഭിനയിച്ചിട്ടുമില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കൊന്ന് കാണിച്ചു തരാമോ? ഒരു ഫാഷൻ ഷോയിൽ അവർ കൊടുത്ത കോസ്റ്റ്യൂം ഒന്ന് ഇട്ട്, അത് മാത്രമേ ഉള്ളൂ നിനക്കൊക്കെ വൾഗറായിട്ട് പറയാൻ പറ്റുന്നത്. അല്ലാതെ വേറെ ഒന്നും കാണിച്ചൊന്നും അവൾ അഭിനയിച്ചിട്ടില്ല, ഇതുവരെ അഭിനയിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു കാര്യം പറയുമ്പം ന്യായം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കണം. അതായത് ഒരാളെ മാത്രം ന്യായം, അത് തന്നെ വേറൊരാൾ കാണിക്കുമ്പോൾ അത് ഇൻട്രസ്റ്റും സുഖവും കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ വരല്ലേ മോനെ, കേട്ടോ. അപ്പോൾ എനിക്ക് മോനും ആൻറ്റിയുടെയൊക്കെ കണ്ണിൽ പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവരുടെ ഒരു വീഡിയോ എടുത്ത് ചെയ്തത്. അല്ലാതെ അവരതിനകത്ത് അഭിനയിക്കുന്നതിനോ അവരെങ്ങനെ നടക്കുന്നതിനോ എനിക്കൊന്നുമില്ല. കാരണം അവരവരുടെ ഇഷ്ടമാണ് അതൊക്കെ. അത് ചോദ്യം ചെയ്യാൻ നമുക്ക് ആർക്കും ഒരു തെണ്ടിയേക്കും ഒരു അവകാശവും ഇല്ല. അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും സദാചാരം പറഞ്ഞ അമ്മാവനെ അമ്മായിയെ ഇതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, എന്തായാലും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു വെരി മച്ച്.